ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് ഒരു 10:30 ആയപ്പോഴത്തേക്ക് എൻ്റെ കിച്ചണിലെ പണിയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനിയിപ്പം വേറെ ടാസ്കുകളൊന്നും ഇല്ല, ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ ഹസ്ബൻഡും കൊച്ചുമൊക്കെ ഓഫീസിനും സ്കൂളിലൊക്കെ പോയി. അപ്പോൾ ഭയങ്കര ബോറിംഗ് ആണിപ്പം. ഒരു 2 months വെക്കേഷൻ ആയിരുന്ന സമയത്ത് റിച്ചു വീട്ടിലുണ്ടായിരുന്ന സമയത്ത് ഒരു ആളും അനക്കവും ബഹളവും ഇടയ്ക്കിടയ്ക്ക് അവൻ വന്നിങ്ങനെ അമ്മയെ ഇതെടുത്തുക എന്ന് പറഞ്ഞിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന അതൊക്കെ ഇപ്പോൾ മിസ് ചെയ്യുന്നു. ഭയങ്കര ഒരു സൈലൻസ് ഫീലിംഗ് ആണ്. കുഴപ്പമില്ല, ഇപ്പോൾ ഒരു 10:30 ആയി. ഒരു 12 മണിക്ക് എൻ്റെ വർക്ക് തുടങ്ങുമല്ലോ. അപ്പോൾ പിന്നെ വർക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പ്രശ്നമൊന്നുമില്ല. പിന്നെ കോളായി, മീറ്റിങ്സായി, അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഞാൻ ഓർത്തു, കുറേ നാളായില്ലേ വീഡിയോ ചെയ്തിട്ട്, അപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ ഇനിയും എൻ്റെ കിച്ചണിലെ പണിയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞാലുള്ള കുറച്ച് ഒരു ദിവസം എങ്ങനെ പോകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാനൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ നെക്സ്റ്റ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറേ നാളായിട്ട് ഇടയ്ക്ക് ഒരു ഡൈവേർട്ടായി പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ അങ്ങനെ കോഴ്സൊന്നും ചെയ്യാതെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഈ ഇടയ്ക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയതാണ്. ശരിക്കും സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര ഒരു സ്റ്റാർട്ടിങ് ട്രബിളായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ വായിക്കുമ്പോൾ ഒന്നും അതായത് വായിക്കുന്നുണ്ട്, നമ്മൾ എഫേർട്ട് ഇടുന്നുണ്ട്, പക്ഷേ കറക്റ്റ് തലയിലോട്ട് കയറുന്നില്ല എന്നുള്ളൊരവസ്ഥയുണ്ടല്ലോ. അങ്ങനെ പിന്നെ ഒരു 2-3 വട്ടം വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും കുഴപ്പമില്ല, അത് ആ ഒരു ഫ്ലോയിൽ അങ്ങ് വന്നു. അപ്പോൾ ഞാൻ അതൊരു 4 മൊഡ്യൂൾ പോലെയാണ്. അതിൻ്റെ ഒരു 3 എണ്ണം കംപ്ലീറ്റ് ചെയ്ത് ഇനി 1 എണ്ണം കൂടെ ഉണ്ട്. അപ്പോൾ ഇന്ന് അത് തീർക്കാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഞാൻ ആ കോഴ്സിൻ്റെ ബാക്കി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അങ്ങനെ ടൈം ഇപ്പോൾ 12 ആവാൻ പോകുന്നു. ഇനിയിപ്പോൾ വർക്കിലോട്ട് കയറുവാണ്. 12 മണിക്കാണ് നമ്മളുടെ ഇൻറ്റേർണൽ സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടീമിലെ ക്ലയൻറ്റ് ഉണ്ടാവില്ല, നമ്മുടെ ടീമിലുള്ള എല്ലാ ആൾക്കാരുമായിട്ടുള്ളൊരു സ്റ്റാൻഡപ്പിൽ നമ്മൾ എന്ത് വർക്കാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ബ്ലോക്കിംഗ് ഇഷ്യൂസ്, അങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റാൻഡപ്പാണ്. ഒരു 12 to 12:30 വരെ ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വർക്കിലേക്ക് കയറും. നമ്മുടെ മെയിലൊക്കെ ചെക്ക് ചെയ്ത് നമുക്ക് അസൈൻ ചെയ്തിരിക്കുന്ന ടാസ്ക് ചെയ്യും. അപ്പോൾ വർക്കിലേക്ക് കയറാൻ പോവാണ്. അങ്ങനെ ഞങ്ങളുടെ സ്റ്റാൻഡപ്പ് കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഡൗട്ട്സൊക്കെ ക്ലാരിഫൈ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ടീം മെമ്പേഴ്സൊക്കെ വിളിക്കുമ്പോൾ നമ്മളത് ഡൗട്ട്സൊക്കെ ക്ലാരിഫൈ ചെയ്ത് കൊടുക്കും. പിന്നെ എൻ്റെ വർക്ക് കുറച്ച് നേരം ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ പോയി. ഞാൻ പിന്നെ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല, മറന്നുപോയി. പിന്നെ വീണ്ടും വർക്കിന് കയറി. നമുക്കിപ്പം വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യാം, കിടന്ന് വർക്ക് ചെയ്യാം, അങ്ങനെ എങ്ങനെ വേണമെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റും. ഓഫീസിൽ പോകണ്ടാത്തതുകൊണ്ട് അങ്ങനൊരു യൂസ് ഉണ്ട്. പിന്നെ വർക്ക് ഫ്രം ഹോം ആണോ ഓഫീസാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിനും അതിൻ്റേതായ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ഇപ്പം ഞാൻ ഓർക്കും, ഓഫീസിലാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഫ്രണ്ട്സൊക്കെ കിട്ടുമല്ലോ, ഒരു ഗ്യാങ് ഒക്കെ ആവും. പിന്നെ നമുക്ക് ഒരു വർക്ക് പ്രഷർ ഉണ്ടെങ്കിലും നമ്മൾ കുറച്ച് സംസാരിക്കുമ്പോൾ നമ്മളൊന്ന് മൈൻഡ് കൂളാവും. പിന്നെ എന്തായാലും എത്ര വർക്ക് ഉണ്ടെങ്കിലും നമ്മൾ ആ ഒരു ഫുഡ് കഴിക്കാൻ പോകുന്ന ടൈം, അങ്ങനെയൊക്കെ ടൈമിൽ നമ്മൾ കുറച്ച് ഫ്രീ ആവും അല്ലേ. പക്ഷേ ഇവിടെ വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഓഫീസിലാണെങ്കിൽ കുറച്ചുകൂടെ നമുക്കൊരു ടൈം റിലാക്സ് ചെയ്യാൻ കിട്ടുമായിരിക്കും. വീട്ടിലാണെങ്കിൽ ഫുൾ ടൈം സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിലായിരിക്കും. നമ്മളൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാലും അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പോകാമെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ ഫുൾ ടൈം സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിൽ അങ്ങനെ ഇരിക്കും. ഇപ്പോൾ ആരെങ്കിലും ഒരു ഡൗട്ട് ചോദിച്ചാലും മീറ്റിംഗ് ചോദിച്ചാലും പിന്നെ നമ്മൾക്ക് ഇഷ്യൂ ഉണ്ടെങ്കിലും അതുകൂടെ ട്രൈ ചെയ്തിട്ട് എഴുന്നേക്കാം എന്നും പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ഇരുന്ന് പോകും. അപ്പോൾ കുറച്ചുകൂടെ ടൈം റിലാക്സ് ചെയ്യാൻ പറ്റുന്നത് ഓഫീസിൽ പോകുമ്പോഴേ. പിന്നെ നമ്മളൊരു ട്രാവലിംഗ് ടൈം നമ്മളെടുക്കും. പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ ലഞ്ചും അതൊക്കെ ഒരു ടൈം എടുക്കുമല്ലോ. അപ്പോൾ അതൊക്കെ മിസ് ചെയ്യും. 10:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് കിച്ചൺ വർക്ക് കഴിഞ്ഞാൽ പിന്നെ ഒരു 2 മണിക്കൂർ എന്തായാലും എനിക്ക് വേണ്ടി ഒരു ടൈം കിട്ടും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതുപോലെ എന്തെങ്കിലും പഠിക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ രണ്ടിനും അതിൻ്റേതായ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്. അപ്പോൾ ഒരു ചോക്ലേറ്റ് കഴിക്കാമെന്ന് ഓർത്തത് ഇന്നലെ കസിൻ തന്നതാണ്. കസിനെ കാണാൻ പോയപ്പോൾ കസിൻ്റെ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വന്ന എൻ്റെ ചോക്ലേറ്റ് കഴിച്ചുകൊണ്ട് ബാക്കി വർക്ക് ചെയ്യാമെന്ന് ഓർത്തു.
അങ്ങനെ കുറേ നേരം വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് വൈകിട്ടായിട്ടോ. സമയമൊക്കെ പെട്ടെന്ന് പോകും. വർക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സമയം പോകുന്നത് അറിയത്തേയില്ല. മണിക്കൂറുകളൊക്കെ ഇങ്ങനെ ഷടപടേന്ന് പറഞ്ഞിട്ട് പോവും. അങ്ങനെ റിച്ചു സ്കൂളിൽ നിന്ന് വരാനുള്ള ടൈമായി. അപ്പോൾ അവനെ സ്കൂൾ ബസ്സിൽ നിന്ന് തിരിച്ച് വിളിച്ചുകൊണ്ട് വന്നു. ഇനിയിപ്പോൾ അവൻ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണം. പറ്റൂ നിനക്ക്? ഓ മോനെ പൊളി പൊളി ഉണ്ട്. അവനെന്തേലും കഴിക്കാൻ കൊടുത്തിട്ട് ഞാൻ വീണ്ടും വർക്കിന് കയറും കേട്ടോ. അവൻ ടി വി കാണുമോ, ഹോംവർക്ക് എഴുതുവോ, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കുമോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ. പിന്നെ നൈറ്റൊരു ബ്രേക്ക് എടുത്തിട്ട് ഫുഡൊക്കെ കഴിച്ചു. കഴുകാനുള്ള പാത്രമൊക്കെ ഡിഷ് വാഷറിൽ വെക്കും. ഒരുപാട് പാത്രം ഉണ്ടെങ്കിൽ ഞാൻ ഡിഷ് വാഷറിൽ വെക്കും, അല്ലെങ്കിൽ ഞാൻ തന്നെ അങ്ങ് കഴുകും. പിന്നെ ബാക്കിയുള്ള എല്ലാം ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെച്ച് അങ്ങനെ കിച്ചണിലെ പണിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങും. അത് കഴിഞ്ഞ് ഒരുപാട് വർക്ക് വല്ലതും ഉണ്ടെങ്കിൽ പിന്നെയും വർക്കിന് കയറും കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.